ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ പുണ്യ റംസാൻ മാസത്തിൽ നടത്തിവരുന്ന ഔഷധക്കഞ്ഞി വിതരണത്തിന് ഒരു നൂറ്റാണ്ട് പഴക്കമുണ്ട്. തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങൾ, കൊച്ചി, കോതമംഗലം, പെരുമ്പാവൂർ, ആലുവ എന്നിവിടങ്ങളിൽ നിന്ന് വ്യാപാരത്തിനായി മൂന്നാറിലെത്തിയ മുസ്ലിം മതവിശ്വാസികളാണ് അന്നത്തെ കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ ഔഷധക്കഞ്ഞി നോമ്പുതുറയ്ക്കായി ഉണ്ടാക്കി തുടങ്ങിയത്. ഇന്ന് ഔഷധക്കഞ്ഞി കഴിക്കാൻ നാനാജാതി മതസ്ഥരടക്കം മൂന്നാർ ജുമാ മസ്ജിദിലേക്ക് എത്തുകയാണ്. റമദാൻ നോമ്പുകാലങ്ങളിൽ മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പ്രകൃതിയുടെ തണുപ്പ് മാത്രമല്ല, നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന അന്നദാനത്തിൻ്റെ പുണ്യം കൂടിയാണ്. മൂന്നാർ ജുമാ മസ്ജിദിൽ വിതരണം ചെയ്യുന്ന ഔഷധക്കഞ്ഞി സ്വീകരിക്കാൻ ജാതിമത ഭേദമില്ലാതെ ഓരോ നോമ്പുകാലത്തും വിദൂരങ്ങളിൽ നിന്നുള്ളവർ പോലും എത്തുന്നു. ഉലുവയും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത പ്രത്യേക കഞ്ഞിയാണ് വിതരണം ചെയ്യുന്നത്. നൂറ്റാണ്ട് മുമ്പ് മൂന്നാറിൽ ജുമാ മസ്ജിദ് ആരംഭിച്ച കാലം മുതൽ തുടങ്ങിയതാണ് കഞ്ഞി വിതരണം. ആലുവ, പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ തുടങ്ങി മൂന്നാറിനോട് ചേർന്ന മേഖലയിൽ നിന്നും തമിഴ്നാട്ടിലെ രാജപാളയത്ത് നിന്നും മൂന്നാറിലേക്ക് എത്തുന്ന കച്ചവടക്കാരും വാഹനയാത്രക്കാരുമായിരുന്നു ആദ്യകാലത്ത് ഔഷധക്കഞ്ഞി തേടിയെത്തിയിരുന്നത്. കാലം പിന്നിട്ടപ്പോൾ മൂന്നാറിലെ വ്യാപാരികൾക്കും തോട്ടം തൊഴിലാളികൾക്കും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കുമൊക്കെ ഔഷധക്കഞ്ഞി പ്രിയമുള്ളതായി. ആദ്യകാലങ്ങളിലൊക്കെ 10-15 പേരെ ഇവിടെ നോമ്പ് കാലങ്ങളിലൂടെ ഉള്ളൂ. അന്നും കഞ്ഞിയുണ്ട്, ഈ നോമ്പ് കഞ്ഞിയുണ്ട്. അതിനുശേഷം ആളുകൾ ഇവിടെ കൂടി, കച്ചവടക്കാരിങ്ങനെ വന്നു, അവരുടെ മക്കളിവിടെ താമസം തുടങ്ങി, ആളുകൾ കൂടി. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ കഞ്ഞിയുടെ മറ്റ് നോമ്പ് തുറയുടെ വിഷയങ്ങളൊക്കെ അത് വിശാലമായി. അങ്ങനെ ഓരോ റമദാനുകളിലും 300ഓളം ആളുകൾക്ക് ഇവിടെ കഞ്ഞി തയ്യാറാക്കുന്നുണ്ട്. നൂറ്റാണ്ടായി തുടരുന്ന കഞ്ഞി വിതരണം കോവിഡ് കാലത്ത് മുടങ്ങി. എന്നാൽ പിന്നീട് വീണ്ടും പുനഃസ്ഥാപിച്ചു. കഞ്ഞി തയ്യാറാക്കൽ നോമ്പ് ആരംഭിക്കുമ്പോഴേ തുടരും. ദിവസവും 300 പേർക്കാണ് കഞ്ഞി തയ്യാറാക്കുക, അധികവും ഇതര മതവിശ്വാസികൾ. ഇവിടെ വന്നെത്തുന്ന നോമ്പുകാർക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് തുടങ്ങി വെച്ചത്. അത് തുടർച്ചയായി മറ്റു സമുദായങ്ങൾക്കും വെളിയിലുള്ളവർക്കും ഇവിടെ വന്നെത്തുന്നവർക്കെല്ലാം കഴിക്കുവാൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ഔഷധക്കഞ്ഞിയായി മാറി. 1/4 നൂറ്റാണ്ടായി ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത് സിന്ധ് മുക്താർ മൊയ്തീൻ എന്നയാളാണ്. വിനോദസഞ്ചാരികളുടെ പറുദീസയായ മൂന്നാറിലെ സാഹോദര്യത്തിൻ്റെ കൂടി കഥയാണ് മൂന്നാറിൻ്റെ ജുമാ മസ്ജിദിന് പറയാനുള്ളത്. ന്യൂസ് മലയാളം, ഇടുക്കി.